നമ്മുടെയൊക്കെ പ്രിയ നടൻ, മഹാനടൻ, ദ മെഗാസ്റ്റാർ, ദ ഗോട്ട് മമ്മൂട്ടിക്ക് അങ്ങനെ 4ാമത് നാഷണൽ അവാർഡ് കിട്ടി. അതൊരു പുതിയ വാർത്തയല്ലാന്ന് എനിക്കറിയാം, പക്ഷേ എന്നാൽ പോലും നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം സംസാരിക്കുകയാണ്. അമിതാഭ് ബച്ചനൊപ്പം ഇപ്പോൾ 4ാമത്തെ അവാർഡായിട്ട് നിൽക്കുന്നു. കമൽഹാസനെയും മോഹൻലാലിനെയും ബീറ്റ് ചെയ്തുകൊണ്ട് മമ്മൂട്ടി അങ്ങനെ പോവാണ് നാഷണൽ അവാർഡ്സിൽ. ഇത്തവണ പത്മഭൂഷൺ കിട്ടി, കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടി. അങ്ങനെ 2025-26 എന്ന് പറയുന്നത് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ബോക്സ് ഓഫീസിൽ മാത്രമല്ല അവാർഡ്സിലും ഇങ്ങനെ റെക്കഗ്നേഷൻസിലും മുന്നിട്ട് നിൽക്കുകയാണ്. പലരും ചോദിക്കും മമ്മൂട്ടിക്ക് 100 കോടി എവിടെയാണ്? എന്തിനാ 100 കോടി? ഇതൊക്കെയാണ് അവാർഡുകൾ വാങ്ങിച്ചിട്ട് നമ്മുടെ പ്രൈഡ് ഓഫ് ഇന്ത്യൻ സിനിമയായി മാറിക്കൊണ്ടിരിക്കുന്നതിന് പകരം എന്ത് 100 കോടി എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ബോക്സ് ഓഫീസിൽ 100 കോടി വേണം എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ എന്നാൽ പോലും ബോക്സ് ഓഫീസോ 100 കോടി അല്ല. നിങ്ങൾക്ക് അഭിമാനമാവണമെങ്കിൽ, നിങ്ങൾക്ക് നാഷണൽ രീതിയിൽ തല ഉയർത്തി തലതൊട്ടപ്പനായിട്ട് ദ പാട്രിയാർക്ക് ഓഫ് ബോളിവുഡായിട്ട് നിൽക്കണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി മമ്മൂട്ടി എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അതല്ല. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, മമ്മൂട്ടിക്ക് സ്വാഭാവികമായിട്ടും നാഷണൽ അവാർഡ് കിട്ടുമ്പോഴേക്കും പല ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളുകൾ മമ്മൂട്ടിയെ വരവേൽക്കുന്നുണ്ട്, വിഷസ് അറിയിക്കുന്നുണ്ട്. ലാലേട്ടൻ അറിയിച്ചു, കമൽഹാസൻ അറിയിച്ചു. കമൽഹാസൻ പറഞ്ഞത് മമ്മൂട്ടി ഒരു തവണ വെല്ലുവിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സ്റ്റേജിൽ വെച്ച് തന്നെ മമ്മൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. കമൽഹാസനും മമ്മൂട്ടിക്കും കൂടി 3 അവാർഡായിട്ട് നിൽക്കുമ്പോൾ 4ാമത്തെ അവാർഡ് ആര് നേടുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നേടുമെന്ന് മമ്മൂട്ടി കമൽഹാസനോട് വെല്ലുവിളിച്ചിട്ടുണ്ട്. അത് നേടുകയും ചെയ്തു. മാൻ ഓഫ് ഹിസ് വേർഡ്സ് എന്നാണ് കമൽഹാസൻ മമ്മൂട്ടിയെ വിശേഷിപ്പിച്ചത്. പക്ഷേ എല്ലാ വിഷസിനേക്കാളുപരി ദുൽഖർ സൽമാൻ, മമ്മൂട്ടിയുടെ സ്വന്തം മകൻ്റെ വിഷ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് പറയാം. അനദർ വൺ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കാണ്. യെസ് പാ, ഇറ്റ്സ് ലൈക്ക് യുവർ ഫോർത്ത്. അതായത് മമ്മൂക്ക അനദർ വൺ എന്ന് ചോദിക്കുന്നു, ദുൽഖർ പറയുന്നു അതെപ്പാ 4ാമത്തതാണ് എന്ന് പറയുന്നു. ഓ സ്വീറ്റ്, വാട്ട് അബൌട്ട് യു വോണ്ട് എനിത്തിങ് എന്ന് മമ്മൂട്ടി തിരിച്ച് ദുൽഖറിനോട് ചോദിക്കുന്നു. ദുൽഖർ പറയുന്നു നോ. അപ്പോൾ മമ്മൂട്ടി തിരിച്ച് പറയുന്നത് നോ പ്രഷർ സൺ, യു ഡു യു എന്നുള്ളതാണ്. അതായത് പ്രശ്നമില്ല, ഞാനിങ്ങനെ അവാർഡ് വാങ്ങിച്ച് മുന്നോട്ട് വെക്കോളാം, നീ അതിൻ്റെ പേരിൽ പ്രഷറൊന്നും അടിക്കണ്ട, നീ ചെയ്യുന്നത് നീ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇത് ദുൽഖറിൻ്റെ ഈ പോസ്റ്റ് വളരെയധികം വൈറലായി. സ്വാഭാവികമായിട്ടും വളരെയധികം വൈറലായി. ഈ വൈറലാവുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, യു ഡു യു എന്ന് പറയുമ്പോൾ ദുൽഖറിൻ്റെ നിർമ്മാണ കമ്പനിയായ വേഫെറർ ഫിലിംസ് ഈ നാഷണൽ അവാർഡ്സിൽ ഉണ്ടാക്കിയ ഓളത്തെയും കുറിച്ച് നമുക്ക് സംസാരിക്കണമല്ലോ. ദുൽഖർ ആസ് എ നടന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിലൂടെ ദുൽഖർ ഉണ്ടാക്കിയിരിക്കുന്ന ഓളത്തെയും കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഫെമിനിച്ചി ഫാത്തിമ, കൽക്കി 2898 AD, ലക്കി ഭാസ്കർ, ഈ 3 സിനിമകൾ വിതരണം ചെയ്തത് ദുൽഖർ സൽമാൻ്റെ വേഫെറർ ഫിലിംസാണ്. ഈ ഫെമിനിച്ചി ഫാത്തിമയുടെ, അതായത് മികച്ച മലയാള ചിത്രമായിട്ട് ഫെമിനിച്ചി ഫാത്തിമയാണല്ലോ വന്നത്. ഇത് ഫാസിൽ മുഹമ്മദ് ആണ് സംവിധാനം ചെയ്തത്. അതിനാണ് മികച്ച മലയാള ചിത്രം കിട്ടിയത്. ഈ വെങ്കേറ്റ് സംവിധാനം ചെയ്ത ലക്കി ഭാസ്കർ, അതിൽ ദുൽഖർ തന്നെയാണ് നായകനായി എത്തിയത്. അതിന് മികച്ച സംഭാഷണങ്ങൾ, മികച്ച ഡയലോഗ്സിനുള്ള പുരസ്കാരമാണ്, വിച്ച് വാസ് വെൽ ഡിസേർവ്ഡ്. അതായത് എനിക്ക് തോന്നുന്നു ഫാസിൽ മുഹമ്മദിൻ്റെ ഫെമിനിച്ചി ഫാത്തിമ വാസ് വെൽ ഡിസേർവ്ഡ് ഫോർ ബെസ്റ്റ് മലയാളം മൂവി, വിത്തൗട്ട് എ ഡൗട്ട്. അതോടൊപ്പം തന്നെയാണ് ലക്കി ഭാസ്കറിൻ്റെ കാര്യവും. കിട്ടില്ല ഡയലോഗ്സാണ്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എന്തൊരു ഡയലോഗാണെന്നറിയാവോ. അതായത് ഇറ്റ് ഡിസേർവ്സ് ആ അവാർഡ്, ഭയങ്കരമായി ഡിസേർവ് ചെയ്യുന്ന. എനിക്ക് പല കാറ്റഗറിയിലും വിയോജിപ്പുണ്ട്, അത് ഞാൻ സംസാരിക്കുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതുപോലുള്ള ചില കാര്യങ്ങളാണ്. മികച്ച ഡയലോഗ്സിന് ലക്കി ഭാസ്കറിന് കൊടുക്കുമ്പോഴേക്കും വർത്ത് എന്ന് തോന്നുന്ന രീതിയിലാണ് വന്നത്. അതോടൊപ്പം തന്നെയാണ് കൽക്കി 2898 AD. അതിനകത്തും ദുൽഖറുണ്ട്, ക്യാമിയോ വേഷത്തിലാണ്. വേഫറിലാണ് കേരളത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും നേടി, മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിനുള്ള ദേശീയ പുരസ്കാരവും നേടി. അതായത് അതും എന്താ പറയുക, വർത്ത് ദി അവാർഡാണ്. അതായത് കൃത്യമായി കിട്ടേണ്ട കൈകളിൽ കിട്ടി എന്നുള്ളത് പറയണം. അതുകൊണ്ട് തന്നെ ദുൽഖറിന് അവാർഡ് കിട്ടിയിട്ടുണ്ടാവില്ല, മമ്മൂട്ടിക്ക് 4ാമത്തെ നാഷണൽ അവാർഡായിരിക്കും. പക്ഷേ ഒരു ദേശീയ പുരസ്കാര ചടങ്ങിൽ തന്നെ 4 അവാർഡുകൾ വാങ്ങിച്ചിരിക്കുകയാണ് ദുൽഖർ സൽമാൻ്റെ വേഫെറർ ഫിലിംസ്. അഭിമാനിക്കാം, കാരണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും അതിൻ്റെ ഒരു പാർട്ടാണല്ലോ എന്നത് ഓർത്ത് അഭിമാനിക്കാം എന്നുള്ളത് കൊണ്ട് പറയുന്നതേ ഉള്ളൂ. ഇനി വിയോജിപ്പുകളിലേക്ക്. മികച്ച തമിഴ് സിനിമ രായൻ. നമ്മൾ എത്ര മികച്ച തമിഴ് സിനിമകൾ കഴിഞ്ഞ വർഷം കണ്ടു. ആർക്കൊക്കെ പോവും എന്ന് കരുതി. മെയ്യഴകൻ ഉണ്ടായിരുന്നു അല്ലേ? മെയ്യഴകനൊക്കെ എന്തുകൊണ്ട് കിട്ടില്ല എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. വളരെ ഷോക്കിംഗ് ആണ്. മികച്ച തമിഴ് ചിത്രമായിട്ട് രായൻ എന്ത് ആംഗിളിലാണ്, ബേസിസിലാണ് കണ്ടതെന്നുള്ള ചോദ്യങ്ങളും സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ വീഴുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇതുപോലുള്ള സിനിമകളും ഉണ്ടായിരുന്നില്ലേ? മഹാരാജ ഉണ്ടായിരുന്നില്ലേ നിങ്ങളുടെ മുന്നിൽ? മെയ്യഴകൻ ഉണ്ടായിരുന്നില്ലേ നിങ്ങളുടെ മുന്നിൽ? മറ്റ് പല സിനിമകളും ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് രായൻ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ സ്വാഭാവികമായിട്ട് നിൽക്കുകയാണ്. ബട്ട് കൺഗ്രാറ്റ്സ് ടു ധനുഷിൻ്റെ സംവിധാന സംരംഭത്തിൽ
ആദ്യമായി കിട്ടുന്ന നാഷണൽ അവാർഡ് കൂടിയാണ്, വിച്ച് ഹാസ് ടു ബി അപ്ലോഡഡ്. അതോടൊപ്പം തന്നെയാണ് മമ്മൂട്ടി കാർത്തിക് ആര്യൻ എന്നുള്ള രീതിയിൽ ഷെയർഡാണ്. ചന്തു ചാമ്പ്യൻ എന്ന സിനിമയിലാണ് കാർത്തിക് ആര്യൻ അവാർഡ് കിട്ടുന്നത്. ചന്തു ചാമ്പ്യൻ ഹി ഡിഡ് ഗുഡ്, കാർത്തിക് ആര്യൻ അടിപൊളിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ ഗംഭീരമായിരുന്നു. സ്ക്രീനിൽ പെട്ടെന്ന് കണ്ടപ്പോൾ ഇത് കാർത്തിക് ആര്യൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ചന്തു ചാമ്പ്യൻ കണ്ടപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഹിസ് ഡൺ ഹിസ് ഹോംവർക്ക്, ഹിസ് ഡൺ ഹിസ് ഡെഡിക്കേഷൻ, ബട്ട് ടു ഷെയർ ദ നാഷണൽ അവാർഡ് വിത്ത് ദ ഗോട്ട് മമ്മൂട്ടി എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഉടുമൺ പോറ്റി എന്ന കഥാപാത്രത്തോടൊപ്പം തന്നെ ഷെയർ ചെയ്ത് വാങ്ങാൻ കഴിയുന്ന ഒരു കഥാപാത്രമായിട്ട് അത് മാറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്, വിച്ച് റിമെയിൻസ്. പിന്നെ ബെസ്റ്റ് നവാഗത സംവിധായകൻ ആയിട്ട് രൺദീപ് ഹൂഡ ഫോർ വീർ സവർക്കർ. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിനകത്ത് അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് മനസ്സിലാകുന്നു. പക്ഷേ ജയരാജ് എന്ന സംവിധായകൻ പറഞ്ഞൊരു വാചകം പൊളിറ്റിക്സിൽ ബന്ധമില്ല, ഇത് സിനിമ കണ്ടുകൊണ്ട് മാത്രമാണ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബെസ്റ്റ് സ്ക്രിപ്റ്റ് പുഷ്പ 2. ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അത് വേണമെങ്കിൽ ഞാൻ തുറന്നു പറയാം, അല്ലെങ്കിൽ ഞാനിത് പറയുന്നതിൽ അർത്ഥം ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പുഷ്പ 2 ബെസ്റ്റ് സ്ക്രിപ്റ്റോ? 2024 ഇത്രയും ഇൻഡസ്ട്രികളിൽ നിന്ന് ഇറങ്ങിയ സിനിമയിൽ ബെസ്റ്റ് സ്ക്രിപ്റ്റ് പുഷ്പ 2. നമ്മൾ അവിടെയാണ് എനിക്ക് ചന്തു സിനിമയുടെ വാക്കുകൾ സ്വാഭാവികമായിട്ട് വരുന്നത്. നിങ്ങളൊരു ചരിത്ര വിദ്യാർത്ഥി അല്ലെങ്കിൽ 2050 പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ന നാഷണൽ അവാർഡ്സിൽ ഇന്ന സിനിമയ്ക്ക് കിട്ടുമ്പോൾ നിങ്ങളത് പഠിക്കുകയാണ്. ബെസ്റ്റ് സ്ക്രിപ്റ്റ് പുഷ്പ 2. 2050 ഒരു കുട്ടി ഇരുന്ന് ഹിസ്റ്ററി ബുക്ക് പഠിക്കുമ്പോൾ പുഷ്പ 2 ഇരുന്ന് കാണാമെന്ന് വെച്ച് കാണുമ്പോൾ വോണ്ട് ഹി ഫീൽ ഓക്വേർഡ് ഓർ വോണ്ട് ഷീ ഫീൽ ഓക്വേർഡ് സീയിങ് ദ ഫിലിം? എന്നിട്ട് പറയാണ് ഇതാണോ 2024 ബെസ്റ്റ് സ്ക്രിപ്റ്റായിട്ട് തിരഞ്ഞെടുത്തത് ഇന്ത്യൻ സിനിമയിൽ എന്ന് തോന്നില്ലേ? പുഷ്പ 2 ഫോർ ബെസ്റ്റ് സ്ക്രിപ്റ്റ്, പ്ലീസ്. അങ്ങനെയൊക്കെ ചോദിക്കാൻ കഴിയുന്ന പല രീതിയിലുള്ള കാറ്റഗറീസ് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ബാലൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അതായത് ചിലയിടത്ത് ഡിസേർവിംഗ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്, ചിലത് ഒട്ടും ഡിസേർവിംഗ് അല്ലാത്തവർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ, അതായത് സ്വാഭാവികമായിട്ടുള്ള ഔചിത്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെയൊക്കെയായിരുന്നു ഇത്തവണത്തെ നാഷണൽ അവാർഡ്. പക്ഷേ ദുൽഖറിൻ്റെ ഈ കമൻറ്റും ദുൽഖറിൻ്റെ ഈ പോസ്റ്റും വളരെയധികം വൈറലായി മാറി, ശ്രദ്ധയും പിടിച്ചു പറ്റി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.